കാതികയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് പ്രചോദനം അഥവാ മോട്ടിവേഷൻ. ഈ കഥ കേൾക്കാം. ഒരിക്കൽ ഒരിടത്ത് കുറെ കുഞ്ഞു തവളകൾ ഒരു മത്സരം, ഒരു പന്തയം വെച്ചു. ആരാണ് ഈ വലിയ കൊട്ടാരത്തിന്റെ, ഒരു വലിയ ഗോപുരത്തിന്റെ മുകളിൽ കയറുന്നത്? അത് കാണാനായി ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ തവളകളും കൂടി ആ ഗോപുരത്തിന് അടിയിൽ നിന്നു. ഒരു നല്ല പൊക്കമുള്ള ഒരു ഗോപുരമായിരുന്നു. അങ്ങനെ മത്സരം തുടങ്ങി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും ഒരിക്കലും വിശ്വസിച്ചില്ല ഈ തവളകൾ മുകളിലെത്തുമെന്ന്. എന്തിനാണ് ഇവർ ഈ മത്സരം നടത്തുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് തന്നെ മുകളിൽ എത്താനേ കഴിയില്ല. വേറെ ആൾ പറഞ്ഞു, ഇതിന് മുകളിൽ കയറാൻ ഒരിക്കലും കഴിയില്ല, എത്ര പൊക്കമുള്ള ഒരു ഗോപുരമാണിത്. അങ്ങനെ തവളകൾ കയറാൻ തുടങ്ങി. ഓരോന്നോരോന്നായി പയ്യെ കയറി തുടങ്ങി. കുറെ തവളകൾ തെന്നി വീണ്ടു തുടങ്ങി. കൂടുതൽ മുകളിലേക്ക് കയറുമ്പോൾ അവരുടെ വേഗതയും കുറച്ചു തുടങ്ങി. അങ്ങനെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി, കണ്ടില്ലേ എത്ര പാടാ കയറിപ്പോവാൻ, എനിക്ക് തോന്നുന്നില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവർക്കൊന്നും കയറാൻ കഴിയില്ല എന്ന്. ആ കുട്ടി തവളകൾ തളർന്നിരുന്നു. കുറെ പേര് നിർത്തി തിരിച്ചേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ഒരേ ഒരു തവള മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. അവൻ പിന്മാറിയില്ല. കയറി അവസാനം അവൻ ഗോപുരത്തിന് മുകളിലെത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ തവളയുടെ ചുറ്റും കൂടി. എല്ലാവർക്കും അതിശയമായി, എന്താണ് ഈ തവളയ്ക്ക് ഒരു കഴിവ്? അവൻ എന്തുകൊണ്ട് മറ്റു തവളകളെ പോലെ തോൽക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല? എല്ലാ തവളകളും അവനോട് ചോദിച്ചു, എന്താ തവളക്കുട്ട, നീ എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ ചെയ്തത്? അതിന്റെ കാരണം കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അവനൊരു ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു തവളയായിരുന്നു. അവന് ആൾക്കാർ പറയുന്നത് ഒന്നും കേൾക്കാൻ കഴിയില്ലായിരുന്നു. ആൾക്കാരെന്താ പറഞ്ഞത്? ചെയ്യാൻ കഴിയില്ല എന്നും വളരെ ബുദ്ധിമുട്ടാണെന്നും അല്ലേ? ബാക്കി എല്ലാ തവളകളും അത് കേട്ട് പിന്മാറി അല്ലേ? ഇവന് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ആരും പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അല്ലേ, ചീത്ത കാര്യങ്ങൾ, പ്രചോദനമില്ലാത്ത കാര്യങ്ങൾ ഒന്നും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ വിജയിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഗുണപാഠം എന്താണ്? എപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവായിരിക്കുക, എപ്പോഴും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടാൻ കഴിയും. മറ്റുള്ള ആൾക്കാരല്ല തീരുമാനിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ചെയ്യുന്ന കഴിവുള്ളത്. നിങ്ങൾ വിചാരിക്കുക അത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ഈ തവള ചെയ്ത പോലെ ചീത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമല്ലേ, നിങ്ങൾക്കത് നേടാനും കഴിയും. കാതിക മറ്റൊരു കഥയുമായി നാളെ വീണ്ടും. നന്ദി, നമസ്കാരം.